എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് ഏതാണ്ട് 9 മതങ്ങളുള്ളതിൽ ഹിന്ദുമതം ഒഴികെ മറ്റുള്ള മതങ്ങളുടെ എല്ലാം ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു കഥയെ ആസ്പദമാക്കി ഒരാൾ രചിച്ച ഒരു പുസ്തകമായിരിക്കും അവരുടെ ഗ്രന്ഥം. ബൈബിൾ അങ്ങനെയാണ്, ഒരു കഥയെ ആസ്പദമാക്കി ഒരാൾ ഒരു കാലഘട്ടത്തിൽ രചിച്ച ഒരു പുസ്തകമാണ്. ഖുറാൻ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പം അവർക്കെല്ലാം ഒരൊറ്റ പുസ്തകമേ പഠിക്കേണ്ടതുള്ളൂ. അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മതപഠനശാലകളുമുണ്ട്. പക്ഷെ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഉള്ളത്. ഏതാണ്ട് 2000-ഓളം വരുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ തന്നെ ഉണ്ട്. അതേ സംസ്കൃതത്തിൽ തന്നെ ഏതാണ്ട് 10,000-ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. ഭാരതത്തിലെ വിവിധ ഭാഷകളിലായിട്ട് 100,000-ഓളം ഉപാഖ്യാനങ്ങളുമുണ്ട്. ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഒരു കഥയെ ആസ്പദമാക്കി രചിച്ച ഒരു പുസ്തകമല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ രചിച്ച ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ശേഖരമാണ് ഹിന്ദുക്കളുടെ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ. ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു ലോറിക്ക് കൊണ്ട് നട്ടിയിട്ട് അടുക്കി വെച്ചാൽ ഒരു റൂമിൽ കൊള്ളാവുന്നതിനേക്കാൾ അധികം പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വായിച്ചു തീർക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു ജന്മം മുഴുവൻ ഉപയോഗിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം വായിച്ചെങ്കിൽ മാത്രമേ അറിവ് ലഭിക്കുകയുള്ളൂ എന്നുള്ള ധാരണ ആർക്കും വേണ്ട. പറ്റാവുന്നിടത്തോളം വായന അറിവിലൂടെ നോക്കുക, അല്ലെങ്കിൽ മൊബൈലിലൂടെ പുസ്തകത്തിലൊക്കെ രീതിയിൽ നോക്കുക, അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക. ഏതായാലും ഇതിൻ്റെ എല്ലാം ഉദ്ദേശം മനുഷ്യ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുവരിക, നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഓർക്കുക, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്നും മാനവരാശിയെ നന്മയിലേക്ക് കൊണ്ടുവരിക. ചില ആൾക്കാരുണ്ടല്ലോ, രാവിലെ ജോലിക്കാണെന്നും പറഞ്ഞു പോകും, കിട്ടുന്ന കാശ് മുഴുവൻ വെള്ളമടിച്ച് നാൽക്കവലയിലോ കടത്തിണ്ണയിലോ കൂട്ടുകാരോടൊത്ത് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. പാതിരാത്രി ആകുമ്പം വരും, വീട്ടിൽ കയറി വന്ന സമാധാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പാതിരാത്രി ആകുമ്പം കയറി വരും, രാവിലെ ഇറങ്ങിപ്പോകും. ഒരു കുടുംബം ഗ്രഹനാഥൻ ചെയ്യുന്ന പണി എല്ലാ കുടുംബങ്ങളിലും കാര്യമല്ല, അപൂർവം ചില കുടുംബങ്ങളിലൊക്കെ. ഇതേപോലെ തന്നെ ആ കുടുംബങ്ങളിലെ ഭാര്യമാരുമുണ്ട്. മറ്റ് അനാവശ്യ കാര്യങ്ങളിലെല്ലാം ചാടി ഇടപെട്ട് ഇല്ലാത്ത ടെൻഷൻ എല്ലാം വലിച്ചു വെച്ച് ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞ് മറ്റേടത്ത് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, മാനസിക സംഘർഷം ഉണ്ടാക്കി. എന്നിട്ട് ഇതേ ഭാര്യയും ഭർത്താവും വീട്ടിൽ കണ്ടുമുട്ടുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് ഇവർ പറയുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവർ പറയുന്ന ഇവർക്ക് ഇഷ്ടത്തില്ല, ഭയങ്കര കലഹമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാരോടൊപ്പം കഞ്ചാവ് വലിക്കാനും സിഗരറ്റ് വലിക്കാനും മദ്യപാനത്തിനും ഒക്കെ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കണം കുടുംബം. അത് മാതാപിതാക്കളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കൾ ഒരിക്കലും ഈ റൂട്ടിലേക്ക് പോകില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അസതോമാ സദ്ഗമയ, തിന്മയിൽ നിന്ന് അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക. തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ചില ആൾക്കാരുടെ മനസ്സ് അങ്ങനെയാണ്, അന്ധകാരമാണ്, ഇരുട്ടാണ്. മുഖം കണ്ട ഒരു മത്തങ്ങ ചെയ്യുന്നത് പോലെ മുഖം വെച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ആരെ കണ്ടാലും നെറ്റി ചുളിച്ചുകൊണ്ട് നടക്കുക. പ്രസന്നവദനമായിരുന്നോട്ടെ മുഖം. ആർക്കും എല്ലാവർക്കും നന്മ വരണം എന്ന പ്രാർത്ഥന മനസ്സിലുണ്ടായാൽ മറ്റുള്ളവർ സാമ്പത്തികമായിട്ടോ അല്ലാതെയായിട്ടോ ഉയരുന്നത് കാണുമ്പോൾ സന്തോഷിക്കാൻ തോന്നിയാൽ നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് ഉണ്ടാകട്ടെ എന്ന ചിന്ത വന്നാൽ തന്നെ മനസ്സിലെ അന്ധകാരം പകുതി മാറിക്കിട്ടി, 50-60% അന്ധകാരം മാറിക്കിട്ടും. ഇത്തരം ചിന്തകളെ വെടിഞ്ഞ് മനസ്സ് ക്ലീനാക്കി, മുഖം ക്ലീനാക്കി മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി ആൾക്കാരെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശമാണ് രണ്ടാമത്തെ ലൈനിലുള്ളത്. തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും. അശാന്തിയാണ് ഇപ്പോഴത്തെ ജീവിതത്തിലെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. മനുഷ്യന് സമാധാനം എന്ന് പറയുന്ന ഒരു സാധനമില്ല. എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ്. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, അയലക്കംകാരനേക്കാൾ ഒരു പടി മുന്നിൽ പോകണം, അവരുടെ പാര വെക്കണം, ഇവനിട്ട് പാര വെക്കണം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചു വെക്കുന്നത്?
ഒരു ടെൻഷനും വലിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. എത്ര പരക്കം പാഞ്ഞ് ഓടി നടന്നാലും ഓർക്കുക, നമ്മളാരും ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. ഈ പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങളും കാലാകാലങ്ങളായി ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുക എന്ന പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ ജനിച്ചു നിലനിൽക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ്. അങ്ങനെയുള്ള ജനനത്തിനും മരണത്തിനും ഇടയിൽ കിട്ടുന്ന കുറച്ച് സമയം സന്തോഷത്തോടു കൂടി കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കി മാറ്റുക. കുടുംബം, വീട്ടിലെ കാര്യങ്ങൾ, ഭാര്യയുടെ മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്വേഷിച്ച കുടുംബം നടത്തുന്ന അച്ഛൻ്റെയും മക്കളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭാര്യ ഭർത്താവ് മക്കളോ കൂടുമ്പോൾ സന്തോഷകരമായ ജീവിതം, ഇതാണ് ഭൂമിയിലെ സ്വർഗം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ചെറിയ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.